ഫിയർ, ആത്മവിശ്വാസമില്ലായ്മ, പരാജയബോധം, നഷ്ടബോധം, ദേഷ്യം, ഫാമിലി പ്രോബ്ലം, സാമ്പത്തിക തകർച്ച, നെഗറ്റീവ് എനർജിയുടെ പല പല കാറ്റഗറി, തെറ്റായ വിശ്വാസങ്ങൾ. ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് പലതും. യൂണിവേഴ്സൽ പവറിൻ്റെ മിറാക്കിൾസ്. കാരണം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിലെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇത് എല്ലാ മനുഷ്യർക്കും സാധ്യമാണ്. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ യൂണിവേഴ്സൽ പവറിൻ്റെ പോസിറ്റീവ് റിസൾട്ടുകൾ അനുഭവിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ അനുഭവിച്ചിട്ടിരിക്കുന്ന ഏറ്റവും ഭീകരമായ പ്രശ്നങ്ങൾ തന്നെയാണ്. ഒരു നേരത്തെ ഫുഡ് പോലും കഴിക്കാനില്ലാതെ പല ജില്ലകളിലും ഞാൻ അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട്. ഇതറിയാതെ ജീവിച്ചു മരിക്കുന്നതാണ് ജീവിതത്തിലുള്ള ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരാജയം. ഹായ് ഫ്രണ്ട്സ്, പ്രപഞ്ചശക്തിയുടെ അത്ഭുതങ്ങൾ. ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് പലതും. യൂണിവേഴ്സൽ പവറിൻ്റെ മിറാക്കിൾസ്. ഇന്ന് നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വർഷങ്ങൾ പുറകോട്ടടിച്ച ഒരു നേരത്തെ ഫുഡ് പോലും കഴിക്കാനില്ലാതെ പല ജില്ലകളിലും ഞാൻ അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട്. ആളുകളുടെ കയ്യിൽ കൈ നീട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇവിടം വരെ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ ചെയ്യുന്ന രീതിയിൽ വരെ ഞാൻ എത്തിയത് ഒരു ജാതി മതത്തിനപ്പുറം മേലെ നിൽക്കുന്ന പവർ, യൂണിവേഴ്സ്. ആ യൂണിവേഴ്സൽ പവറിൻ്റെ മിറാക്കിളാണ്. എല്ലാ മനുഷ്യരും പ്രപഞ്ചശക്തിയായിട്ട് കണക്റ്റഡാണ്. അവൻ്റെ ലൈഫ്, എല്ലാ ജീവജാലങ്ങളും കണക്റ്റഡാണ്. അതുപോലെ തന്നെ ജീവനുള്ള ഒരു മനുഷ്യൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത അത്രയും അത്ഭുതങ്ങൾ യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്ത് സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ്. ഇതറിയാതെ ജീവിച്ചു മരിക്കുന്നതാണ് ജീവിതത്തിലുള്ള ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരാജയം. എൻ്റെ ലൈഫിൽ ഉടനീളം ഞാൻ ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് എനിക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. നമ്മൾ ഈ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ അതിലേക്ക് ശ്രദ്ധ കൊടുക്കണമെന്നുള്ളതാണ്. ആദ്യം നമ്മളെന്താണെന്ന് മനസ്സിലാക്കിയാലാണ് നമുക്ക് ഈ പ്രപഞ്ചം എന്താണെന്നും പ്രപഞ്ചത്തിൻ്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കുള്ളൂ. അതായത് നമ്മളുടെ പവർ എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. വിൻസെൻ്റ് പീൽ എന്ന് പറഞ്ഞ വേൾഡ് ഫേമസ് മനഃശാസ്ത്രജ്ഞൻ പറയണത് ഒരു മനുഷ്യൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറിന് ഒരു നഗരം മുഴുവൻ കത്തിച്ച് കളയാനുള്ള പ്രഹരശേഷിയുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ നഗരമൊന്നും കത്തിക്കണ്ട. നമ്മളുടെ ജീവിതത്തിൽ സമാധാനത്തോടെയുള്ള, ആരുടെയും നിന്ന് കടം മേടിക്കാതെ ഒരു ലൈഫ്, നമ്മളുടെ ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള, ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു ലൈഫ് അതിലേക്ക് എത്തണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു വ്യക്തിയായി തീരണമെങ്കിൽ പ്രപഞ്ചശക്തി നമുക്ക് അനുകൂലമായി വരണം. പ്രപഞ്ചശക്തി പ്രതികൂലമായി വന്നാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നെഗറ്റീവ് റിസൾട്ടുകളായി. അപ്പം പ്രപഞ്ചശക്തി അനുകൂലമായി വരണമെങ്കിൽ നമ്മളുടെ മൈൻഡ് അതുപോലെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലോട്ട് ഉള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമുക്കുണ്ടെങ്കിലാണ് നമ്മളുടെ മൈൻഡ് അതുപോലെയാണ്. അപ്പം അങ്ങനെ മൈൻഡ് ആണോന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ മാറ്റണം എന്നുള്ളതാണ്. ഇപ്പം ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ അത് നമുക്കെല്ലാവർക്കും അറിയാം. ജീവിതശൈലി രോഗങ്ങൾ തെറ്റായ ഫുഡ്, ജങ്ക് ഫുഡ്, നിയന്ത്രണമില്ലാത്ത ഫുഡ്, വറുത്തം പൊരിച്ചുപോയ ഫുഡ്, അങ്ങനെ തെറ്റായ ഫുഡിൻ്റെ സിസ്റ്റം നമുക്ക് ശീലമായി കഴിയുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് റിസൾട്ടായിട്ട് ഉണ്ടാകുന്നതാണ് ജീവിതശൈലി രോഗങ്ങൾ. അപ്പോൾ ഇതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ മനുഷ്യർക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഡോക്ടറിനെ കാണുമ്പോൾ ഡോക്ടർ അതിന് ടാബ്ലറ്റ് തരുന്നത് കൂടാതെ നമുക്കൊരു ഡയറ്റ് തരും, ഫുഡിന് എങ്ങനെ ആയിരിക്കണമെന്നുള്ളത്. ആ ഡയറ്റ് പ്രകാരം പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ രോഗങ്ങൾക്ക് ശമനം വരുന്നതും നമ്മളുടെ ഫുഡിൻ്റെ രീതിയിലുള്ള മാറ്റങ്ങളെല്ലാം നമ്മളുടെ ഹെൽത്ത് വീണ്ടും തിരിച്ച് ആർജിക്കാനായിട്ട് കഴിയും. ഇതുപോലെ തന്നെയാണ് മനസ്സിൻ്റെ കാര്യങ്ങൾ. തെറ്റായ ഒരു മൈൻഡിൻ്റെ സിസ്റ്റത്തിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഈ ജീവിതശൈലി രോഗങ്ങൾ പോലെ തന്നെ
മൈൻഡിൻ്റെതായ നിരവധി ശൈലി രോഗങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്തൊക്കെയായിരിക്കും? ഫിയർ, ആത്മവിശ്വാസമില്ലായ്മ, പരാജയബോധം, നഷ്ടബോധം, ദേഷ്യം, ഫാമിലി പ്രോബ്ലം, സാമ്പത്തിക തകർച്ച, നെഗറ്റീവ് എനർജിയുടെ പല പല കാറ്റഗറി, തെറ്റായ വിശ്വാസങ്ങൾ, അങ്ങനെ എണ്ണാൻ പോയ പല കാര്യങ്ങളുണ്ടാവും ഒരു മനുഷ്യനെ ബാധിക്കണം. ഉറക്കക്കുറവ്, അങ്ങനെ എടുത്താൽ ഇത് അത് തന്നെ കുറേ അധികം പറയാം. അപ്പം ഇതുപോലെയുള്ള അവസ്ഥകളിൽ നമ്മൾ പോണത് തെറ്റായ മൈൻഡിൻ്റെ ശൈലിയാണ്, മനസ്സിൻ്റെ തെറ്റായ രീതികൾ, ജീവിതത്തിൽ നമ്മൾ ആഡ് ചെയ്യുന്ന തെറ്റായ രീതികൾ. ഇതാണ് നമുക്ക് മെൻ്റലി നമ്മളെ തകർക്കണം, ജീവിതം തകർക്കണം, ടെൻഷൻ വരുത്തണമല്ല. അപ്പോൾ ഇത് കറക്റ്റ് ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മളുടെ മൈൻഡിൻ്റെ സിസ്റ്റത്തിന് അഴിച്ചു പണിയണം. ഡോക്ടർ തെറ്റായ ഫുഡ് കഴിച്ചിട്ട് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകണ പോലെ തന്നെ നമ്മളുടെ മൈൻഡിൻ്റെ കാര്യങ്ങൾ നമ്മളൊന്ന് ക്രമീകരിക്കേണ്ടി വരും. അതൊരിക്കലും നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ച് ചിലപ്പോൾ ആകാൻ പറ്റിയെന്ന് വരില്ല. ഏതെങ്കിലും ഒരു മെൻറ്ററിലേക്ക് കണക്ട് ചെയ്താൽ മെൻറ്ററിൻ്റെ സഹായത്തോടെ പറ്റും. കാരണം യൂണിവേഴ്സൽ പവർ നമ്മൾക്ക് അനുകൂലമായിട്ട് വരണമെങ്കിൽ ആദ്യം നമ്മളുടെ മൈൻഡിൻ്റെ പവർ ബാലൻസ് ആണോ എന്നുള്ളത്. ഭൂരിപക്ഷം മനുഷ്യരുടെയും മൈൻഡിൻ്റെ പവർ ബാലൻസ് ആയിരിക്കില്ല, മീൻസ് നെഗറ്റീവ് എനർജി ആയിരിക്കും കൂടുതൽ. അതെന്തുകൊണ്ടാണ് സംഭവിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചു വളർന്നപ്പോൾ തൊട്ട് ഇപ്പോൾ വരെയുള്ള കുറേ തെറ്റായ ബിലീവ് സിസ്റ്റം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോറായിട്ട് അത് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ റിസൾട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആഗ്രഹം നമുക്ക് ക്യാരക്ടർ മാറ്റണമെന്നും പോസിറ്റീവ് ആകണമെന്നും സക്സസ് ആകണമെന്നും സാമ്പത്തിക ഉയർച്ച വേണമെന്നും അങ്ങനെ പല പോസിറ്റീവായിട്ടുള്ള ആഗ്രഹങ്ങളായിരിക്കും നമുക്കുണ്ടാകും. പക്ഷെ നമ്മൾ അനുഭവിക്കണ പലതും നെഗറ്റീവ് റിസൾട്ടുകളായിരിക്കും. അപ്പോൾ ആഗ്രഹത്തിനൊത്ത് നമുക്ക് പോകാൻ പറ്റാത്തത് ഇതുകൊണ്ടാണ്. കാരണം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിലെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിക്കണമെങ്കിൽ ഇതെല്ലാ മനുഷ്യർക്കും സാധ്യമാണ്. അതിന് നമ്മുടെ പാരമ്പര്യം, വിദ്യാഭ്യാസം, സംസ്കാരം, എക്സ്പീരിയൻസ്, മറ്റേ ഇതൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ജീവനുണ്ടാകും, നിങ്ങൾക്ക് പവറുണ്ട്. ആ പവർ നിങ്ങൾ കണ്ടെത്തണം. ആ പവർ കണ്ടെത്തി ആ പവറിനെ കറക്റ്റ് ട്രാക്കിലാക്കി ആ എക്സ്പീരിയൻസിൽ നിങ്ങളുടെ ജീവിതം പോകുമ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സൽ പവർ അനുകൂലമായിട്ട്. അപ്പം എൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ, അതായത് എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന ഏതൊരാളുടെയും താഴ്ത്തായിരുന്നു ഞാൻ. ഏതൊരാളും, ഞാനിപ്പോൾ ഭയങ്കര ആളായി എന്നല്ല പറഞ്ഞാൽ, എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനോ സംസാരിക്കാനോ പോലും യോഗ്യത പോലും ഇപ്പോഴും ഇല്ലെന്ന് ഞാൻ പറയുള്ളൂ. അത്രയും അടിയിൽ പോയ ആളാണ്. അവിടെ നിന്ന് ജീവിതത്തിലുണ്ടായ നിരവധി പ്രശ്നങ്ങൾ ഞാനിപ്പോഴും പറയും. ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ യൂണിവേഴ്സൽ പവറിൻ്റെ പോസിറ്റീവ് റിസൾട്ടുകൾ അനുഭവിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഭീകരമായ പ്രശ്നങ്ങൾ തന്നെയാണ്. പ്രശ്നങ്ങൾ അനുഭവിക്കാത്ത ആരും സക്സസ് ആയിട്ടില്ല. ഫിനാൻഷ്യൽ ക്രൈസിസ് ഇല്ലാത്ത ആരും ഇന്ന് കോടീശ്വരനായിട്ടില്ല. ഫാമിലി പ്രോബ്ലം ഇല്ലാത്ത ഒരാളും നല്ല കുടുംബജീവിതം നയിച്ചിട്ടില്ല. അങ്ങനെ ഏത് കാറ്റഗറിയിൽ നമ്മൾ തകരുന്നുവോ അങ്ങനെ തകർന്നത് തന്നെയാണ് ഒരാൾ ആ കാറ്റഗറിയിൽ ഏറ്റവും സക്സസ് ആണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ കുറേ ഭീകരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തോറ്റു എന്ന് വിചാരിക്കേണ്ട. നിങ്ങൾക്ക് വിജയിക്കാനും സക്സസ് ആകാനും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതത്തിലേക്ക് എത്താനും ലൈഫ് ഗോൾ അച്ചീവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് നിങ്ങളുടെ പ്രശ്നം. പക്ഷേ ഈ പ്രശ്നങ്ങൾ ഓവർകം ചെയ്ത് കറക്റ്റ് ട്രാക്കിലെത്തണമെങ്കിൽ നമ്മളെന്താണെന്ന്, നമ്മുടെ പവർ എന്താണെന്ന് തന്നെ അറിയണം. അപ്പം അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റം വരുന്നത്. അപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ നിരവധിയായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. 200-ന് മേലെ ആൾക്കാർക്ക് ഞാൻ പൈസ കൊടുക്കേണ്ടായിരുന്നു. ഭീകര കടബാധിയായിരുന്നു എനിക്ക്. അത്രയും ആൾക്കാരുടെ തെറി കേൾക്കേണ്ടി വരും മിക്ക ദിവസങ്ങളിലും. ഫാമിലി പ്രശ്നങ്ങൾ, വൈഫായിട്ടൊക്കെ വന്ന ഒരു കുട്ടിയുടെ വൈഫുണ്ട്, ഇപ്പോഴും വൈഫിൻ്റെ വീട്ടിലായിരിക്കും, ഞാൻ ഇഷ്ടക്കായിരിക്കും. വീണ്ടും വീട്ടുകാർ കൊണ്ടു വന്നിട്ട് വീണ്ടും പോകും. അങ്ങനെ ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന, എൻ്റെ ഭാഷ പറഞ്ഞ നരകയാതന വേണമെങ്കിൽ ഞാനിങ്ങനെ പറയും തമാശക്ക്. നമ്മളിപ്പോൾ എൻ്റെ ജാതകം നോക്കൽ, അല്ലെങ്കിൽ ബെന്നി എന്ന് പറയുന്ന ആളുണ്ടോ നോക്കിയാൽ ബെന്നി ഈസ് നോ മോർ, ബെന്നി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെന്ന് പറയേണ്ടി വരും. അത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നു പോയതാണ്. അപ്പോൾ അവിടെ എൻ്റെ ചിന്തകൾ, സംസാരം, പ്രവൃത്തി ഇതെല്ലാം നിരന്തരമായ ശ്രമത്തിലൂടെ വർഷങ്ങൾ എടുത്തിട്ടുണ്ട് ഞാൻ. കാരണം ഇത് യൂണിവേഴ്സ് ഡയറക്റ്റ് എന്നെ കണ്ടീഷനിങ് ചെയ്തു എന്ന് പറയുന്ന പോലെയാണ് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം. ഇന്ന് ഞാൻ പലരുടെയും ഒരു മെൻറ്റർ അല്ലെങ്കിൽ ഒരു ഗുരുസ്ഥാനത്ത്
എന്നുള്ള രീതിയിൽ അവർ എന്നെ കാണുന്നു, അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്നു. അതെൻ്റെ ബുദ്ധിയൊന്നും ഞാൻ ചെയ്യേണ്ട രീതിയില്ല ഇപ്പോഴും. കാരണം ബുദ്ധി അഹങ്കാരിയാക്കും. നമ്മളുടെ അഹങ്കാരം നമ്മളെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകും. അപ്പം നമുക്കിതെല്ലാം പച്ച വെളിച്ചം പോലെ തെളിയണ അവസ്ഥയിലോട്ട് എത്തും നമ്മുടെ സംസാരവും പ്രവൃത്തിയും ചിന്തകളും ക്രമീകരിച്ചാൽ. അപ്പോൾ അത് ക്രമീകരിച്ച് വർഷങ്ങളെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് വർഷങ്ങൾ, 4-5 വർഷം എടുത്തു ട്രാക്കിലാകാൻ ഞാൻ. കാരണം അത്രയും ഭീകര പ്രശ്നങ്ങളായിരുന്നല്ലോ. എനിക്കൊരു മെൻറ്ററും ഉണ്ടായില്ല, എനിക്കൊരു മനുഷ്യൻ എൻ്റെ ഗുരുസ്ഥാനത്ത് അതുണ്ടായില്ല. യൂണിവേഴ്സ് തന്നെ പഠിപ്പിച്ച പല പാഠങ്ങളും അതെൻ്റെ ജീവിതത്തിൽ ആഡ് ചെയ്തു. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എൻ്റെ മൈൻഡ് സെറ്റ് മാറി. ഞാൻ പറഞ്ഞ ചിന്തകളും പ്രവൃത്തി സംസാരമൊക്കെ ക്രമീകരിച്ചപ്പോൾ ബാലൻസായി. അങ്ങനെ എന്നിൽ പോസിറ്റീവ് എനർജിയുടെ അളവ് കൂടി, വൈബ് പോസിറ്റീവാകാൻ തുടങ്ങി. അങ്ങനെ യൂണിവേഴ്സ് എനിക്ക് അനുകൂലമാകാൻ തുടങ്ങി. അപ്പം മാത്രമാണ് എനിക്കൊരു ചെറിയ സ്ഥാപനം ഓൾറെഡി ഉള്ള രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് വന്നത്. എൻ്റെ കടബാധ്യത മാറാനുള്ള സാഹചര്യങ്ങളുണ്ടായത്. ഇന്ന് പേഴ്സണൽ ട്രെയിനിങ് ചെയ്യുന്ന രീതിയിൽ ഓരോ വ്യക്തിയിലും വലിയ ചേഞ്ചസ് ഉണ്ടാക്കുന്ന യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആർജിച്ചതും അതിലൂടെ ആൾക്കാർക്ക് റിലീഫ്, ഏതൊക്കെ തരത്തിലുള്ള എനർജി, മനുഷ്യരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന കുറേയധികം ബാഡ് എനർജികളുണ്ട്. ബ്ലാക്ക് മാജിക്, കണ്ണേർ, അങ്ങനെ ബ്ലാക്ക്, അങ്ങനെ മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ നിന്ന് വന്നേക്കണ നിരവധി കാര്യങ്ങൾ. ഇത് ഏതൊക്കെ തരത്തിലുള്ള എനർജി ആണെങ്കിലും അത് റിക്കവർ ചെയ്യാൻ പറ്റും യൂണിവേഴ്സൽ പവറിൻ്റെ ഹെൽപ്പോടുകൂടി. അപ്പോൾ ഇങ്ങനത്തെ യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് സിസ്റ്റം ചെയ്യുന്ന അവസ്ഥ വരെ എത്തിയത് എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറ്റിയപ്പോൾ മാത്രം. അപ്പോൾ ലൈഫ് സ്റ്റൈൽ മാറ്റുക എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ജീവിതശൈലി രോഗങ്ങൾ വരുമ്പോൾ ഫുഡിന് ഡയറ്റ് എടുക്കണ പോലെ നമ്മൾ ഡയറ്റ് എടുക്കേണ്ടി. അപ്പോൾ അതെന്തൊക്കെ ചെയ്യാമെന്നുള്ള ഡീറ്റെയിലോട്ട് ഞാൻ പോകുന്നില്ല. കാരണം ആ ഡീറ്റെയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോന് ലെങ്ത് പോകും. അത് ഓൾറെഡി എൻ്റെ ട്രെയിനിങ്ങിലാണ് ഞാൻ പറയണത്. കാരണം അത് കോമൺ ആയിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം അത് കോമൺ അല്ല. ഒരു ഡോക്ടറുടെ ഡയറ്റ് പറയുമ്പോൾ പോലും അയാൾക്ക് എന്തൊക്കെ ഫുഡ് കഴിക്കാം, എന്തൊക്കെ ഫുഡ് കഴിക്കാൻ പാടില്ല, അത് നോക്കിയിട്ടാണ് ഒരു ഡോക്ടർ ജീവിതശൈലി രോഗങ്ങൾ വരുമ്പോൾ തന്നെ അയാളുടെ ഫിസിക്കലി ഉള്ള ഹെൽത്ത് നോക്കിയിട്ട് അത് ജഡ്ജ് ചെയ്തിട്ടാണ് അയാൾക്ക് ഇന്ന ഫുഡ് കഴിക്കാൻ നിർദ്ദേശിച്ചത്. അതുപോലെ തന്നെയാണ് മൈൻഡിൻ്റെ കാര്യം. ഓരോ വ്യക്തികളെയും സെൻസർ ചെയ്ത് സ്കാൻ ചെയ്ത് അവരുടെ ലൈഫ് സ്റ്റൈല്, ബിസിനസ്, അങ്ങനെ പലതും സ്റ്റഡി ചെയ്തിട്ട് അവർക്ക് വേണ്ട രീതിയിലാണ് ഈ പറഞ്ഞ മൈൻഡിൻ്റെ സിസ്റ്റം കണ്ടീഷൻ ചെയ്യുന്ന രീതിയിലുള്ള ഗൈഡൻസ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ട്രെയിനിങ് എന്ന് പറയുന്ന സിസ്റ്റം ചെയ്യണം. അതുകൊണ്ട് അത് കോമൺ ആയിട്ടൊരു മെത്തേഡ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് അത് ഗുണപ്പെടില്ല, അതുകൊണ്ടാണ് പറയാത്തത്. പക്ഷേ ഞാൻ പറയുന്നു, ഇത് ഭയങ്കര അത്ഭുതങ്ങളുണ്ടാകും. നമുക്ക് പറ്റൂലെന്ന് നമ്മൾ ചിന്തിച്ച പല കാര്യങ്ങളും ബുദ്ധിക്കപ്പുറം മേലെ ഇത് വർക്ക് ചെയ്യും. അതാണ് പവർ ഓഫ് യൂണിവേഴ്സ്, അല്ലെങ്കിൽ നമുക്കൊരു ദൈവം. അതാണ്. വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.